സിരിജി വെറും ഒരു ഓഫീസ് തർക്കമല്ല ശ്രീലേഖയും പി കെ പ്രശാന്ത് തമ്മിൽ നമ്മൾ കണ്ടത്. അതിനപ്പുറം ബി ജെ പിയുടെ ഒരു പുതിയ തന്ത്രത്തെ കൂടിയാണ് നമ്മൾ അവിടെ കണ്ടത്. അതായത് വി കെ പ്രശാന്തിന്റെ പ്രശ്നം വന്നപ്പോഴാണ് സഹാക്കൾ, നല്ലവരായ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ അടക്കം പറയുന്നത്, ഓ ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ചാണല്ലേ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഇവിടെ ജീവിച്ചിരുന്നത്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ശ്രീലേഖ വന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ വിഷയമാക്കി അവസാനം സഹാക്കന്മാരെ തന്നെ പറ്റി ഏകദേശം 14 ലക്ഷം രൂപയാണ് ഇത്രയും കാലത്തിനിടയിൽ വി കെ പ്രശാന്ത് കൈപ്പറ്റിയത് എന്നാണ് പറയുന്നത്, അനധികൃതമായി എന്നാണ് പറയുന്നത്, വാടക ഇനത്തിൽ. ഇവിടെ ബി ജെ പി എടുത്ത ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ശ്രീലേഖയെ മത്സരിപ്പിക്കാനുള്ള ഒരു പുതിയ പദ്ധതി ബി ജെ പി പ്ലാൻ ചെയ്ത് ഏകദേശം അത് വിജയിച്ച മട്ടാണ് ബി ജെ പിക്ക്. കാരണം ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാം എന്ന് കരുതിയ ഒരു പ്രശ്നത്തെ വളരെ സിമ്പിളായി, പക്ഷെ അതിൻ്റെ അകത്തെ വലിയൊരു അഴിമതി അവർ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു തന്ത്രത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ശ്രീലേഖ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കൗൺസിലർ മാത്രമാണ്. വി കെ പ്രശാന്ത് മുൻ മേയറായിരുന്നു, ഇപ്പോൾ നിലവിൽ MLA ആണ്. ഇനി വി ശിവൻകുട്ടി നിലവിലെ മന്ത്രിയാണ്, കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിയാണ്, MP രാജേഷ് മന്ത്രിയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു കൗൺസിലർക്കെതിരെ പ്രതിരോധം തീർക്കാനായിട്ട് ഇറങ്ങി വരുന്നത് CPM-ലെ അധികാരികളുടെ ഒരു നിര തന്നെ വന്നു അല്ലേ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് BJP കൊടുത്ത ഒരു നീക്കം അല്ലെങ്കിൽ BJP തൊടുത്ത ഒരു അസ്ത്രം അത് കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ചാടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന MLA കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഓഫീസ് ഏതാണ്ട് 1000 രൂപയ്ക്ക് മാസ വാടക താഴെ മാത്രം കൊടുത്തുകൊണ്ട് അത് പ്രവർത്തിപ്പിക്കുന്നു. വേണമെങ്കിൽ 25,000-30,000 രൂപ വരെ സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങി MLA ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതുകൊണ്ടാണ് പ്രതിരോധിക്കാൻ ഇത്രയും പേര് ഇറങ്ങി വന്നത്. എന്നിട്ട് ശ്രീലേഖ ഭയങ്കര അഹങ്കാരിയാണ്, BJP-യിലെ മേയറെക്കാട്ടിയും വലുതാണ് എന്നൊക്കെയുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചു. അപ്പോൾ ശ്രീലേഖ എന്താ ചെയ്തത്? വളരെ സിമ്പിളായിട്ട് മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ കൂടെ നടന്നു ചെന്ന് പ്രശാന്തിനെ കെട്ടിപ്പിടിച്ചിട്ട് വരുന്നത് എൻ്റെ സഹോദരനാണ്, മകന് തുല്യനാണെന്നൊക്കെ പറഞ്ഞിട്ട്, പ്രശാന്ത് ഞാൻ എന്താ പറഞ്ഞത്, 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കരാർ കാലാവധി കഴിയുമ്പോൾ എനിക്ക് തരണേന്നല്ലേ പറഞ്ഞത്. പ്രശാന്തിനൊന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നീട് CPM അനുകൂല മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന ശ്രീലേഖയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ, അവരെ ധാർഷ്ട്യക്കാരിയായി ചിത്രീകരിക്കാനൊക്കെ ശ്രമിച്ചു. ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ പെരുമാറണോ അതേ രീതിയിൽ പെരുമാറുക മാത്രമാണ് ശ്രീലേഖ ചെയ്തത്. അത് ശ്രീലേഖയുടെ മാത്രം ഐഡിയ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ VV രാജേഷ് എന്ന് പറയുന്ന പുതിയ മേയർ തിരുവനന്തപുരത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ, ചില നടപടികൾ, അതിനെ ആദ്യം തന്നെ മന്ത്രി ശിവൻകുട്ടി പറയുകയാണ്, പുത്തനച്ചി പുരപ്പുറം തീർക്കും. എന്തിനാണ് വി ശിവൻകുട്ടി പറയുന്നത്? VV രാജേഷ് എന്ന് പറയുന്ന മേയർ പറയുന്നു, തിരുവനന്തപുരത്തേക്ക് ഓടേണ്ട 113 ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പുറത്ത് കിടന്നുവിടുന്നു, KSRTCക്ക് അതിലൂടെ ലാഭമുണ്ടാകുന്നു. ബസ്സുകൾ എന്ന് പറഞ്ഞാൽ നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന ബസ്സുകളാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഓടിയാൽ നിലവിൽ അവിടുത്തെ ട്രാഫിക്കിൻ്റെ തിരക്കിന് അല്ലെങ്കിൽ ട്രാഫിക് ബുദ്ധിമുട്ടിന് ഒരു ശാശ്വത പരിഹാരം കാണാം. എല്ലാ ദിവസവും ബൈക്കിലും കാറിലും പോകുന്ന ആൾക്കാർ നിരവധിയുണ്ട് തലസ്ഥാന നഗരിൽ. അവിടെ ഈ ഇലക്ട്രിക് ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ ബൈക്ക് മാറ്റിവെച്ച് ഈ ബസ്സുകളിൽ യാത്ര തുടരും. അങ്ങനെ നഗരത്തിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഈ ബസ്സുകൾ എങ്ങനെയാണ് ഗതാഗത മന്ത്രിയുടെ താല്പര്യപ്രകാരം കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തിന് മറ്റു ഭാഗങ്ങളിലേക്കും കൊച്ചിക്ക് സമീപത്തേക്കും ഒക്കെ എത്തുന്നത്? അപ്പോൾ അതിലൂടെ ലാഭം കൊയ്യാമെന്ന് ഗതാഗത മന്ത്രി കാണുന്നു. അപ്പോൾ നഗരത്തിലെ പ്രശ്നത്തിന് വേണ്ടി പ്രശ്നപരിഹാരത്തിന് അനുവദിച്ച 113 ബസ്സുകൾ തിരിച്ചു വേണമെന്ന് VV രാജേഷ് പറയുന്നു. അപ്പോഴാണ് ജനങ്ങൾ ചോദിച്ചത്, അയ്യോ നഗരവാസികൾക്ക് വേണ്ടി തന്ന ബസ്സായിരുന്നോ ഇത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, പൊല്യൂഷൻ കുറയ്ക്കാനായിരുന്നോ? ജനങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വന്നു. അപ്പോൾ അടുത്തൊരു വിഷയം എടുത്തു വെച്ചു. അതുകൊണ്ടാണ് VV ശിവൻകുട്ടി ചാടി അതിൽ വീണത്. വി ശിവൻകുട്ടി ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി എന്തിനാ അഭിപ്രായം പറയട്ടെ, ഗതാഗത മന്ത്രിയാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ, അത് കൊച്ചി കോഴിക്കോട്ടൊക്കെ 2ാം ഘട്ടത്തിലാണോ? അത് ചോദിക്കേണ്ടത് ജനങ്ങളാണ്. നിങ്ങൾ അവിടെയും ഓരോ മേയർമാരെ തിരഞ്ഞെടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് കൊച്ചി മേയറോട് നിങ്ങൾ ചോദിക്കുന്നില്ല ഇവിടുത്തെ ഗതാഗത പ്രശ്നത്തിന് അല്ലെ പൊല്യൂഷന് പരിഹാരം കാണാൻ ഈ ബസ് തരാത്ത എന്താണെന്ന്? കോഴിക്കോട്ടെ ജനങ്ങൾ എന്താ ചോദിക്കാത്തത്? അതായത് കേന്ദ്ര സർക്കാർ ഈ ബസ്സുകൾ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് എല്ലാവിധ നീക്കുപോക്കുകളും നടത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ബസ് വേണോ? ഗതാഗത മന്ത്രി പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഡീസൽ ബസ്സുകൾ മതി. ഡീസൽ ബസ്സുകളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ കമ്മീഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ചാൽ മാത്രമേ സർക്കാരിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ബസ് വേണ്ട എന്ന് പറഞ്ഞാൽ ഗതാഗത മന്ത്രി എന്തിന് ഈ ബസ്സുകൾ പുറത്തേക്ക് ഓടിച്ച് ലാഭം കൊയ്യുന്നു? എന്തുകൊണ്ട് കോർപ്പറേഷനിൽ ഈ ബസ്സുകൾ ഓടിക്കുന്നില്ല? കാരണം അവിടുത്തെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ട നടപടി എടുക്കുന്നില്ല. അപ്പോഴാണ് മേയർ പറയുന്നത്, ഇത് കോർപ്പറേഷന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയൊക്കെ അനുവദിക്കേണ്ട ബസ്സാണ്, അത് നഗരപരിധിയിൽ തന്നെ ഓടണം.
അപ്പോഴേക്കും വീണ്ടും വിരൽ പിടിച്ചു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ ഈ ധന്യ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് അടുത്ത മണ്ഡലമാകുന്നു. VK പ്രശാന്ത് എന്ന് പറയുന്ന നിലയിലെ MLA മണ്ഡലത്തിൽ അടുത്ത ഒരു ടേം കൂടി VK പ്രശാന്തിന് കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല. കിട്ടിയാലും ഇല്ലെങ്കിലും അവിടേക്ക് ശ്രീലേഖയ്ക്ക് കൃത്യമായിട്ട് നുഴഞ്ഞു കയറാനായിട്ട് സാധിച്ചു, ജനങ്ങളുടെ മനസ്സിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അഹങ്കാരിയാണെന്ന് പറയുമ്പോഴും അവർ എല്ലാ കാര്യങ്ങളും പറയുകയും അവരുടെ ഓഫീസ് മാലിന്യം നിറഞ്ഞ ഒരു മുറിക്ക് സമീപത്തേക്ക് അവർ ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 750-800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയിൽ ശ്രീലേഖ തൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഓഫീസിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്നു. ചുറ്റും മാലിന്യങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു, കുപ്പിയും ചാക്കും എല്ലാം കൂടെ ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനിടയിലും എൻ്റെ ഓഫീസ് പ്രവർത്തിക്കണ്ടേ? അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ BJPയുടെ തന്ത്രം എന്താണെന്ന് CPM മനസ്സിലാക്കി തുടങ്ങി. അതായത് തങ്ങളുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ BJP ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി VV രാജേഷ് പറഞ്ഞ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോർപ്പറേഷനിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഉദ്യമം കൂടി വിജയിച്ചാൽ CPMന്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരുവനന്തപുരം അവർ ചിന്തിക്കേ വേണ്ട. കാരണം അത് കൈവിട്ട് പോയി എന്നുള്ളതാണ്. ഈ സിനിജി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഒരു കറക്റ്റ് രാഷ്ട്രീയക്കാരി, പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീലേഖ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തലസ്ഥാനത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ അഹങ്കാരം കാണിക്കാൻ അവരിരുന്ന പദവി അങ്ങനെയാണ്. ഒരു രാഷ്ട്രീയക്കാരിയായിട്ടല്ല അവരിരുന്നത്, അവർ ഹൈ ലെവൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടിരുന്ന ഒരു സ്ത്രീയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. അത്രയും വലിയ പവറുള്ള ഒരാൾക്ക് ഇത്രയും വലിയ സൗമ്യമായി ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് ചെയ്തു, എനിക്ക് ഓഫീസ് വേണം എന്ന് വേണമെങ്കിൽ അവർക്ക് ശാഠ്യം പിടിക്കാം. പക്ഷെ അവർ പറഞ്ഞത് വളരെ ന്യായമായി ആളുകൾക്ക് മനസ്സിലായി എന്താണ് ശ്രീലേഖ പറഞ്ഞത്. പക്ഷേ ശ്രീലേഖ വളരെ ബുദ്ധിയുള്ളൊരു സ്ത്രീയാണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കി വേണമെങ്കിൽ ഒരു അഴിമതി കൊണ്ടുവരാം. ഇല്ല, മൗനമായി ഇരുന്നിട്ട് ഒരാളെ തകർക്കാൻ കഴിയുമെന്നുള്ളത് VK പ്രശാന്ത് വന്നിരുന്നിട്ട് ഞാനാണ് MLA, എനിക്ക് താഴെയാണ് കൗൺസിലർ, ഞാൻ ഇനി പിന്നെ എന്നെ തകർക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. VK പ്രശാന്തിന്റെ ഒരു ഇമേജ് പൂർണ്ണമായി പിടിഞ്ഞു. കാരണം 25,000 രൂപയോളം ഇയാൾ പറ്റിച്ചു എന്നാണ് പറയുന്നത് ഒരു മാസം. ഈ 872 രൂപയാണ് കൊടുക്കുന്നത്. എന്നിട്ട് 25,000 രൂപയോളം എഴുതി വാങ്ങും. 25,000 രൂപയിൽ 872 രൂപ പോയാൽ 24,000 രൂപയ്ക്കകത്ത് ഇയാൾ ഓരോ മാസവും പോക്കറ്റിലാക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരന്റെ നികുതി പണമാണ്. 1 ലക്ഷം മുതൽ 1,10,000 രൂപ വരെ, 60,000 രൂപ ഒരു MLAക്ക് ഒരു മാസം ഉണ്ട്. അലവൻസ് ഒക്കെ ഒരു ദിവസത്തെ അലവൻസ് എന്ന് പറയുന്നത് 1000 രൂപ. സാധാരണക്കാരന് ഒരു ദിവസം ജീവിക്കാൻ 1000 രൂപയ്ക്ക് പറ്റുന്നില്ല. ഒരു ദിവസം 1000 രൂപ ആരെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് ചായ കുടിക്കാൻ, വണ്ടി കറങ്ങാൻ പോകുന്നിടത്ത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ അത് 1200 ഇവർക്ക് അലവൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതി വാങ്ങാം. അപ്പൊ ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് VK പ്രശാന്ത് അടക്കമുള്ള ഈ MLAമാരും പിന്നെ ആളുകളും ചെയ്തത് എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ശ്രീലേഖ എന്ന കൗൺസിലറിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് BJP ശ്രീലേഖയെ മേയറാക്കാത്തത്. കാരണം ശ്രീലേഖയെ കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനുണ്ട് എന്ന് കൃത്യമായി കേന്ദ്രത്തിലിരിക്കുന്ന തലയുള്ള മൂളകൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ധാർഷ്ട്യത്തിന്റെ മേരങ്കി ഒന്നും എടുത്ത് ഉടുക്കാതെ സൗമ്യതയുടെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് ശ്രീലേഖ മാറുന്നു. ശ്രീലേഖയുടെ ഒരു IPS കരിയർ ഒക്കെ വെച്ച് നോക്കിയാൽ അവരങ്ങനെ പെരുമാറുമെന്ന് ആരും കരുതിയില്ല. മാത്രമല്ല മേയർ ആകാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്കുണ്ടാവും. ആ രീതിയിൽ അവർ പൊട്ടിത്തെറിക്കും. പക്ഷേ മേയർ പറയുന്ന കാര്യങ്ങളെ ഏതാണ്ട് സാധൂകരിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായ ഒരു കൗൺസിലറായിട്ട് ശ്രീലേഖ മാറുക. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ശ്രീലേഖ എനിക്ക് ഓഫീസ് കിട്ടാതെ പോകില്ല എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല ഈ വിവാദം അവസാനിപ്പിക്കുന്നില്ല. ഞാനൊരു ചെറിയ ഓഫീസ് എടുത്ത് പ്രവർത്തനം തുടങ്ങി, 3 മാസം കഴിയുമ്പോൾ ഈ ഓഫീസ് വിപുലീകരിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 3 മാസം കഴിഞ്ഞാൽ എന്തായാലും ഈ പ്രശാന്തിന് ഓഫീസ് വിട്ടുകൊടുക്കേണ്ടി വരും. അതിന് കൃത്യമായ ഒരു നമ്പർ ഇറക്കി. ഇനി അന്നും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയാൽ വട്ടിയൂർക്കാവിലെ നിയുക്ത സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖ രംഗപ്രവേശം ചെയ്യും. കണ്ടോ ഞാൻ ഇങ്ങനെയാണ് കഴിഞ്ഞതെന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയും. ഇതിലൂടെ CPMന്റെ നെറുകന്തലയ്ക്ക് ഇട്ട് ഒരു അടി കൊടുക്കാനിവിടെ ചെയ്യും. അപ്പോൾ VV രാജേഷ് എന്ന് പറയുന്ന മേയർ അത്ര മോശക്കാരനൊന്നുമല്ല. അയാൾ പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഈ പൊല്യൂഷനെതിരായിട്ട് ബസ് വേണമെന്ന് പറയുന്നു. ഇവിടെ ഞങ്ങളുടെ ഒരു കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ ഒരു നല്ല ഓഫീസ് വേണമെന്ന് പറയുന്നു. തലസ്ഥാന നഗരിയിൽ കൂടുതൽ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിക്കണം, ആ പദ്ധതികൾ നടപ്പാക്കണം. എന്താണ് ഈ VV രാജേഷ് പറയുന്നത് അറിയാം? കഴിഞ്ഞ തവണത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കേന്ദ്രം അനുവദിച്ച പല ഫണ്ടുകളും ലാപ്സാക്കി കളഞ്ഞ ഒരു മേയർ ഉണ്ടായിരുന്നു, മേയർ ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ ആ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒന്നുകിൽ ആര്യ രാജേന്ദ്രൻ ഉപദേശം നൽകേണ്ട CPMന്റെ മുതിർന്ന നേതാക്കൾ അവരെ കൈവിട്ടു, അവർക്കൊരു പണി കിട്ടി.
കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ ഈ മേയർ ആര്യ രാജേന്ദ്രനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ പണം പങ്കിട്ടെടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും തലസ്ഥാന നഗരിയിൽ നടപ്പാക്കിയിട്ടില്ല. അതെല്ലാം പോയെങ്കിൽ അതിനെ പുതിയ രൂപത്തിൽ കൃത്യമായി നടപ്പാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് വി രാജേഷ് വീണ്ടും പറയുന്നത് കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ തലസ്ഥാനത്ത് എന്തൊക്കെയാണെന്ന് നേരിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന്. അങ്ങനെ ഒരു സംഭവം കൂടി നടന്നു കഴിഞ്ഞാൽ CPM-ന് നിന്ന് പിഴയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം അല്ലേ? CPM-ന്റെ കാര്യത്തിൽ ഇനിയൊരു നീക്കുപോക്ക് ഉണ്ടാകുമെന്നറിയില്ല. എന്തായാലും 5 വർഷമാണ് മേയറുടെ കാലാവധി അല്ലേ? അതെ. ഈ 5 വർഷം കഴിയുന്നത് വരെ ഇതുപോലെ തന്നെ പോകണം. അല്ലാതെ ശിവൻകുട്ടി പറഞ്ഞതുപോലെ പുത്തനച്ച് വിറപ്പരം തൂക്കുന്നു പറയുന്നത് പോലെ തുടക്കത്തിൽ ഈ ആവേശമൊന്നും അവസാനിപ്പിക്കാതെ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും പദ്ധതികളും എല്ലാം നടപ്പിലാക്കി കോർപ്പറേഷൻ ഭരണം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അഴിമതി രഹിതമായി കൂടുതൽ പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് 5 വർഷം ഭരിക്കാൻ BJPക്കും കഴിയട്ടെ.